എങ്ങനെയുണ്ട് വിഷ്ണുന്റെ ഗെയിമിംഗ് എങ്ങനെയുണ്ട്? വിഷ്ണു നന്നായിട്ട് കളിക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലായി. തീർന്നു. നമ്മൾ ഈ വിഷ്ണു ജോഷി എന്ന് പറയുന്ന കണ്ടസ്റ്റന്റിന് എല്ലാവരും ഇപ്പൊ എടുത്ത് പറയുന്ന ഒരു ക്വാളിറ്റി എന്ന് പറയുന്നതേ ഭയങ്കര സർക്കാസ്റ്റിക് ആണ്. ആള് എല്ലാവരും ഭയങ്കരമായിട്ട് ചിരിപ്പിക്കുന്നുണ്ട്. ആള് പറയുന്ന തമാശകൾ എല്ലാവരുടെ ഉള്ളിൽ കൊള്ളുന്നുണ്ട് എന്നുള്ളതാണ് എല്ലാവരും ഇപ്പൊ റിവ്യൂ പറയുന്നത്. ഉള്ളിൽ കൊള്ളുന്നുണ്ട്, അതുകൊണ്ട് പുറത്ത് ഭയങ്കര പ്രശ്നങ്ങളായിട്ടുണ്ട്. ഒരു കാര്യമുള്ളൂ, അഖിൽമാരും വിഷ്ണുവും ഓപ്പോസിറ്റ് വന്ന് കളിക്കണം എന്നുള്ള സംഭവം വരുന്നുണ്ട്. അപ്പൊ ചില സമയത്ത് വിഷ്ണു ചില സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ പറയുമ്പോഴേക്കും മലയാളത്തിൽ ഡൗണ, അതായത് അവനങ്ങനെ പറഞ്ഞല്ല, അവൻ എന്നെ ചതിച്ച് എന്നുള്ള സംഭവം കണ്ട്. ഏതൊരു ഇന്റർവ്യൂല് പറഞ്ഞേ ചേട്ടൻ ഈ പറയുന്ന വിഷ്ണുവിനേക്കാൾ കൂടുതൽ ബിഗ് ബോസ് ഫാൻ ചേട്ടനായിരുന്നു അല്ലേ? പണിക്ക് പോകുന്നുണ്ടോ സത്യം പറ? അല്ലെങ്കിൽ ഇതിന് ഫുള്ള് കാഴ്ച തന്നെയാണോ? ഇല്ല, എല്ലാ സീസണും ഇന്ന് കാണാണ്ട്. ഇപ്പൊ മാരാനും വിഷ്ണുവായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട്, ആരും പറഞ്ഞു കേട്ടെങ്കിൽ പോലും ഫസ്റ്റ് മാരാല് പോയി ചോദിക്കേണ്ട വിഷ്ണുടാ, എടാ നീ എന്നെ പറ്റി ഇങ്ങനെ നിന്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് നല്ല നൻപം എന്നുള്ളൊരു ടാഗ് ലൈൻ വരുന്നത്. കുറച്ച് ടാഗ് ലൈൻസ് പറയാം, കുറച്ച് ആളുകളെ പറ്റിയുള്ള. നിങ്ങൾക്ക് ആ ടാഗ് ലൈൻസ് കേൾക്കുന്ന സമയത്ത് ഇതിൽ ആരെയും ഓർമ്മ വരുന്നതെന്ന് പറഞ്ഞാൽ മതി. എല്ലാവർക്കും സംസാരിക്കാൻ ഒരു അവസരം തരുന്നത്. ഇത്രയും കണ്ടസ്റ്റൻസിൽ ഇച്ചിരി ഊടായ്പുള്ള ഇച്ചിരി പ്രശ്നക്കാരനാണ് തോന്നിയിട്ടുള്ള കണ്ടസ്റ്റന്റ് ആരാ? മനസ്സ് തുറക്ക് സുഹൃത്തെ. പാസില്ല. ഈ നിങ്ങളുടെ ഈ വീട്ടുകാർക്കും ഇതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഇടയിൽ ആളുടെ ചെറിയൊരു ഇരട്ട പേരും ഈ പറഞ്ഞ പോലെ നിങ്ങൾ പെറ്റ് നെയിം ഒക്കെ ഉണ്ടാവുമല്ലോ, അവനെന്തോ പറയാറുണ്ട്. മനീഷ് ചേച്ചിനെ വിളിച്ചിട്ട് ഞാൻ നിങ്ങൾക്കൊന്ന് കണക്ട് ചെയ്ത് തരാം. മനീഷ് ചേച്ചിക്ക് വിഷ്ണുവിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം എന്താണെന്നും എന്നൊക്കെ വേണമെങ്കിൽ ചുമ്മാ ചോദിക്കാം. ഒരു 30 ദിവസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ബിഗ് ബോസിന്റെ കപ്പ് പടി കടന്ന് വരാൻ സാധ്യതയുള്ള ഒരു വീട്ടിലാണ് ഞാൻ ഇന്ന് ഇരിക്കുന്നത്. ഹലോ, ഹായ്, നമസ്കാരം. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൈൽസ്റ്റോൺ മേക്കേഴ്സ് ആൻഡ് ദിസ് ഇസ് ബേബി ടോക്സ് വിത്ത് ആർജെ ഗദ്ദാഫി. നമ്മളുടെ സ്വന്തം വിഷ്ണു ജോഷിയുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയാണ് നമ്മളുടെ കൂടെ. ഹലോ, ഹലോ, ഹായ്. മറ്റേ അനീതി പ്രാവല് സുധീഷ് പറയുന്നുണ്ട്. ഹലോ, എന്തുകൊണ്ട് സുഖമായിട്ടിരിക്കുന്ന? നിങ്ങള് കാണുന്നുണ്ടല്ലോ അല്ലേ ഷോ ഡെയിലി? എന്ത് ചോദ്യമാണല്ലേ? അമ്മയൊക്കെ ഫുള്ള് 24 hours ഇരുന്ന് കാണുന്നില്ലേ? ഞാൻ ചോദിക്കട്ടെ, വീട്ടിലെ പണി നടക്കുന്നുണ്ടോ ഈ TV കാണലല്ലാതെ? എന്റെ ഇടയിൽ കൂടെ നടക്കുന്നുണ്ട്. പറ, എങ്ങനെയുണ്ട് നമ്മുടെ വിഷ്ണുവിന്റെ അതിനകത്തുള്ള ഗെയിം പരിപാടികളൊക്കെ എങ്ങനെ നോക്കിക്കാണുന്നത് നിങ്ങള്? അമ്മ അത്യാവശ്യം നന്നായിട്ട് സംസാരിക്കുന്ന ആളാട്ടോ, പക്ഷെ ക്യാമറ ഓൺ ആക്കിയപ്പോ ചെറിയൊരു ടെൻഷൻ വേണ്ട. പറ, പ്രകടിപ്പിച്ചോ, ഉള്ളിലുള്ളതൊക്കെ പ്രകടിപ്പിച്ചോ. എങ്ങനെയുണ്ട് വിഷ്ണുന്റെ ഗെയിമിംഗ് എങ്ങനെയുണ്ട്? വിഷ്ണു നന്നായിട്ട് കളിക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലായി. തീർന്നു. ഫ്രണ്ട്സ് പറ, എങ്ങനെയുണ്ട്? ഇതുപോലെയൊക്കെ തന്നെയാണോ ആള്? സെയിം തന്നെ. നന്നായിട്ട് കളിക്കുന്നുണ്ടോ? കളിക്കുന്നുണ്ട്. ഇത് പറയാൻ മറന്നുപോയി, നമ്മൾ ഇദ്ദേഹത്തിന്റെ വീട്ടിലാണ് ഇരുന്ന് ഷൂട്ട് ചെയ്യുന്നത്. മറ്റേ ബാക്കിൽ ഇരിക്കുന്ന ട്രോഫി ആൾക്കാർ ചിലപ്പോൾ തെറ്റിദ്ധരിക്കാൻ ചാൻസ് ഉണ്ട്. വിഷ്ണുവിനാണെന്നല്ല, കലാതിലകാണോ എന്ന് പറയണ്ടോ? കലാതിലകല്ലേ? അത് തന്നെ. നമ്മൾ ഈ വിഷ്ണു ജോഷി എന്ന് പറയുന്ന കണ്ടസ്റ്റന്റിന് എല്ലാവരും ഇപ്പൊ എടുത്ത് പറയുന്ന ഒരു ക്വാളിറ്റി എന്ന് പറയുന്നതേ ഭയങ്കര സർക്കാസ്റ്റിക് ആണ്. ആള് എല്ലാവരും ഭയങ്കരമായിട്ട് ചിരിപ്പിക്കുന്നുണ്ട്. ആള് പറയുന്ന തമാശകൾ എല്ലാവരുടെ ഉള്ളിൽ കൊള്ളുന്നുണ്ട് എന്നുള്ളതാണ് എല്ലാവരും ഇപ്പൊ റിവ്യൂ പറയുന്നത്. ഉള്ളിൽ കൊള്ളുന്നുണ്ട്, അതുകൊണ്ട് പുറത്ത് ഭയങ്കര പ്രശ്നങ്ങളായിട്ടുണ്ട്. ആയിട്ടുണ്ടോ? പിന്നെ കമന്റ്സിൽ കാണുന്നല്ലേ അഹങ്കാരി, എന്തൊരു വർത്തമാനമാണ് പറയണത്. പക്ഷെ ചില ഒരു പെർട്ടിക്കുലർ ക്രൗഡ് അതിനെ എൻജോയ് ചെയ്യുന്ന ക്രൗഡും ഉണ്ട്, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ക്രൗഡും ഉണ്ട്, ചില ആൾക്കാർ വിമർശിക്കുന്നവരുണ്ട്. എങ്ങനെയാ ഈ വിഷ്ണുവിന്റെ കളിയാക്കലുകളും ഈ പറയുന്ന സർക്കാസൊക്കെ വീട്ടിൽ എങ്ങനെയാ? വീട്ടില് കുറച്ച് അമ്മേനെയും പറയാറുണ്ട് കളിയാക്കലൊക്കെ. പക്ഷെ നമുക്ക് അറിയാവുന്ന ആളായതുകൊണ്ട് ആ സെൻസ് എടുക്കുള്ളൂ. ചിലപ്പോ അറിയാത്ത ആൾക്കാരാകുമ്പോഴേക്കും പുറത്ത് വരുമ്പോഴേക്കും വേറെ ഇതിൽ പോലെ. ഇപ്പൊ ഞാനൊരു കമന്റ് കണ്ടതാണ്, അതൊക്കെ അവന്റെ വീട്ടിന്റെ ഉള്ളില്. അതുപോലെയാണ് ആ പൊതുപരിപാടിയിലേക്ക് വരുമ്പോ കിടന്ന് കാണിക്കുന്നത്. ആ ഒരു കമന്റ് ഞാൻ കണ്ടത്, കളിയാക്കുന്ന സംഭവം വീട്ടിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടെങ്കിലും കാണിക്കാല, ഇതിന്റെ ഉള്ളിൽ വരുമ്പോഴേക്കും ഇങ്ങനെയാണോ എന്നുള്ള സംഭവം. അതപ്പോ ഞാൻ ആലോചിച്ചപ്പോഴേക്കും ശരിയാണ്. ആ ഒരു സ്വഭാവം, ഈ കളിയാക്കുന്ന സംഭവങ്ങൾ, ചിരിക്കണതൊക്കെ ഒന്ന് അവൻ മനസ്സിലാക്കിയിട്ടൊന്ന് തിരുത്തട്ടെ. അപ്പൊ അവന്റെ ഒരു എന്താ പറയാ, ലാലേട്ടൻ പറഞ്ഞ പോലെ അതിന്റെ ഉള്ളിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴേക്കും സ്വയം ഒന്ന് ഇംഗ്ലീഷ് പറയും, സ്വയം ശുദ്ധീകരിച്ച് ബാഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് സ്വയം ശുദ്ധീകരിച്ചിട്ട് നല്ല ഇതായിട്ട് അവന്റെ ക്യാരക്ടർ ഒന്ന് അടിപൊളിയായിട്ട് ഡെവലപ്പ് ആവട്ടെ. പക്ഷെ ചില ആൾക്കാർ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതായത് ഇദ്ദേഹം എങ്ങനെയാണോ വീട്ടിൽ അതുപോലെ തന്നെ ആയിരിക്കണ്ടേ, അദ്ദേഹം ചിലപ്പോൾ വീട്ടിൽ ഇതുപോലെ തന്നെ ആയിരിക്കും. ആ പേഴ്സണാലിറ്റി അയാൾ ഹൈഡ് ചെയ്യാതെ കാണിക്കുന്നില്ല, അതൊരു ക്വാളിറ്റിയാന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷെ ഒരു ഭയങ്കരമായിട്ട് ഒറിജിനൽ ആയതുകൊണ്ട് അവിടുത്തെ പല പ്രശ്നങ്ങളും ഇടപെടാത്തോണ്ട് തോന്നി. കാരണം അധികം ബഹളം ഉണ്ടാക്കി അയക്കാൻ വേണ്ടിയിട്ട് ആവശ്യമൊന്നും തോന്നിയാൽ മാത്രം വിഷ്ണു ഇടപെടുന്നുള്ളത്.
അത് ഇത്തിരി ആൾക്കാർ പറയും സ്ക്രീനിൽ കാണാത്തത് ഇവന് അധികം ഇങ്ങനെ കാര്യങ്ങൾ ഇടപെടാത്തതുകൊണ്ടാണെന്ന് പറയും. ആവശ്യമുണ്ടെങ്കിൽ ഇടപെട്ടാ പോരെ, അത് ഇത്തിരി ഒറിജിനാലിറ്റി അപ്പൊ കൂടിപ്പോയ പോലെ തോന്നി. കാരണം എല്ലാത്തിനും ഇടപെട്ടെ അപ്പൊ സ്ക്രീനിൽ കാണാനല്ല. ഒറിജിനൽ ഇച്ചിരി കൂടുതലായാലും പ്രശ്നം. അതെ, അത് കുറച്ച് ഫേക്ക് ആയിട്ട് എല്ലാത്തിനും ഇടപെടണേക്കും കുറച്ചും കൂടി ഒന്ന് സ്ക്രീനിൽ കാണാനായിട്ട് കുറച്ചും കൂടി നല്ലതെന്ന് തോന്നുന്നു. ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും വിഷ്ണു പറഞ്ഞ ഏതെങ്കിലും സ്റ്റേറ്റ്മെന്റ്സോ ഡയലോഗ്സോ അല്ലെങ്കിൽ ആരോടെങ്കിലും പ്രതികരിച്ച രീതിയോ ഒക്കെ അങ്ങനെ വേണ്ടിയിരുന്നില്ല, വിഷ്ണു അങ്ങനെ ഇരുന്നില്ല പ്രതികരിക്കേണ്ടിയിരുന്ന എന്ന് എപ്പോഴെങ്കിലും ഒക്കെ തോന്നിയിട്ടുണ്ടോ ഏതെങ്കിലും ഇൻസിഡന്റ്? തോന്നിയില്ല. പക്ഷെ ലാസ്റ്റ് വീക്കിൽ മറ്റേ ഹോട്ടൽ ടാസ്ക് വന്നതില് ജുനൈസിന് ഇത്തിരി കളിയാക്കിയെന്നും പറഞ്ഞാൽ അത് കൂടിപ്പോയപ്പോഴാണ് മറ്റേ ഒരു ഡയലോഗ് വന്നത്, ഒരു ദിവസം കൊണ്ട് സക്കീർ ബായിക്ക് ആൾക്കാരെ വെളുപ്പിക്കാൻ പറ്റുമോ, ഫാൻസ് ഇല്ലാതാക്കാൻ പറ്റുമോ എന്നുള്ള സംഭവം. അത് പക്ഷെ നെക്സ്റ്റ് ഡേ അത് മാറ്റിയിട്ട് ലാലേട്ടൻ വന്നപ്പോഴേക്കും വിഷ്ണു കുറച്ചൊന്ന് ഒതുങ്ങി ഇതായി. അത് മാത്രമേ ഉള്ളൊരു ഇത്തിരി ഇതായി. ആ ഒരു ഇതുകൊണ്ട് കുറച്ച് ആൾക്കാർ പുറത്ത് ആൾക്കാർക്ക് നെഗറ്റീവ്സ് വന്നു. അമ്മയ്ക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ട് ജുനൈസിനെ കൂടുതൽ കളിയാക്കി എന്നുള്ള അഭിപ്രായം ഉണ്ട്? കാരണം അമ്മ ജുനൈസ് ഫാൻ ആണല്ലോ അല്ലേ? അമ്മ ജുനൈസ് ഫാനല്ല, അതും ഒരു തിരുത്തണ്ടട്ടാ. വിഷ്ണു നോമിനേഷൻ ഇല്ലാത്തൊരു സമയത്ത് ഒരു 2 വീക്ക് നോമിനേഷൻ ഉണ്ടായില്ല. അപ്പൊ അവിടെ ഡിസേർവ്ഡ് ആയിട്ടുള്ള ആൾക്കാർ നോമിനേഷനിൽ വരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആരെങ്കിലും സപ്പോർട്ട് ചെയ്യാലോ. അപ്പൊ വിഷ്ണു ഉണ്ടെങ്കിൽ നമ്മളെല്ലാവരും വിഷ്ണു വോട്ട് ചെയ്യും. അതല്ലെങ്കിൽ അവിടെ ഡിസേർവ്ഡ് ആയിട്ട് ടോപ്പ് 5 പോകാൻ അവിടെ ഡിസേർവ്ഡ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ആൾക്ക് വോട്ട് ചെയ്യുന്നതിന് കുഴപ്പമില്ലല്ലോ. അത് ആൾക്കാർ ട്വിസ്റ്റ് ചെയ്തിട്ടാണ് അമ്മ ജുനൈസിന്റെ PR ആണ്, സ്വന്തം അമ്മ പോലും വിഷ്ണു വോട്ട് ചെയ്യില്ല, ജുനൈസിനെ വോട്ട് ചെയ്യില്ല. അതാണ് ഫുള്ള് കേൾക്കില്ല, ഏറ്റവും തുമ്മും കേട്ടിട്ട് വന്നിട്ട് വലിയ ആൾക്കാരൊന്നും പറയാനില്ല പറ്റി. ഓക്കെ, നിങ്ങൾ പറ, ഏതെങ്കിലും വിഷ്ണുവിന്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് എന്ന് തോന്നി ഏതെങ്കിലും ഇൻസിഡന്റ് ഉണ്ടോ അല്ലെങ്കിൽ ഡയലോഗ് ഉണ്ടോ? കയ്യിൽ നിന്ന് പോയെന്നല്ല, ഈ ഒരു ഇൻസിഡന്റ് മാത്രം അയ്യോ ഇങ്ങനെ വേണ്ടായിരുന്നു എന്ന് തോന്നിയത്. ഇങ്ങനെ വേണ്ടായിരുന്നല്ല, അവൻ അതുപോലെ തന്നെയാണ്. അധികമായാൽ അമൃതും വിഷം എന്നൊക്കെ പറയില്ലേ, അതുപോലെ കുറച്ചൊന്ന് അമൃത് നല്ലതാണ്, പക്ഷെ കൂടിപ്പോയ കുറച്ച് പ്രശ്നമാണ്. അതൊന്നും നോക്കിയാൽ ക്ലോസ് പുള്ളിക്കാരനോടാ ജുനൈസിനെ പോലെ ഞങ്ങൾ എപ്പോഴും പറയും ജുനൈസ് കളിയാക്കലും അങ്ങോട്ട് കൊടും പുറകെ കിടന്ന് കളിയാക്കലും. ഇവന് ഏറ്റവും ഇഷ്ടവും ബാംഗ്ലൂർ പോയാലും എപ്പോഴും വിളിക്കുന്നത് ഇവനെയാണ്, ഫോൺ ചെയ്യുന്നതും. കല്യാണം വിഷ്ണു നീ വരണ്ട, വിഷ്ണുവിനെ കാണുമ്പോൾ ഞങ്ങൾക്ക് ഇവരെ ഓർമ്മ വരുള്ളൂ. ഇവനെ തന്നെ ഓർമ്മ വരുന്നത് എപ്പോഴും. ഇവരെപ്പോഴും ട്രോളണതും കളിയാക്കണതും ഒച്ചപ്പാടിക്കണതും ബഹളം ഉണ്ടാക്കണതും. ചിലപ്പോ വിഷ്ണു ചിലപ്പോ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോന്ന് എനിക്ക് അങ്ങനെയായിരിക്കും തോന്നുന്നത്. വൈശാഖിനെ പോലെ ഉണ്ടല്ലോ ജുനൈസും ചിലപ്പോ ഓർത്തിട്ടുണ്ടാവണം. നിഷ്കളങ്കമായിട്ടാ, അതാണ് സംഭവം. ജുനൈസ് ഡ്യൂപ്ലിക്കേറ്റ് ജുനൈസ് പറ, ഇതുപോലെ തന്നെയാണ് മാനസികമായിട്ട് പീഡിപ്പിക്കുന്നത്. ഇനി കിട്ടാനുള്ള പ്രൂവ് വാങ്ങിച്ചോ. ഇതുപോലെ റിട്ടീറ്റ് ചെയ്യരുത്, നമ്മളെപ്പോഴും കളിയാക്കുമായിരുന്നു വിഷ്ണു. കൊള്ളാം. ഇനി ഞാനേ കുറച്ച് ടാഗ് ലൈൻസ് പറയാം, കുറച്ച് ആളുകളെ പറ്റിയുള്ള. നിങ്ങൾക്ക് ആ ടാഗ് ലൈൻസ് കേൾക്കുന്ന സമയത്ത് ഇതിൽ ആരെ ഓർമ്മ വരുന്നതെന്ന് പറഞ്ഞാൽ മതി. എല്ലാവർക്കും സംസാരിക്കാൻ ഒരു അവസരം തരുന്നതാണ്. ഞാൻ കുട്ടീനെ കൂടെ സംസാരിക്കുന്നില്ല. കുട്ടിയുടെ പേരെന്തായിരുന്നു? അക്ഷര. നമ്മുടെ പേരെന്തായിരുന്നു? അംജിത് ഖാൻ അല്ലേ? അപ്പൊ അംജിത്തിൽ നിന്ന് തുടങ്ങാം. അതായത് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയും, അത് കേൾക്കുന്ന സമയത്ത് ഏത് കണ്ടസ്റ്റന്റിനെയാണ് ഓർമ്മ വരുന്നതെന്ന് പറഞ്ഞാൽ മതി. ഓക്കെ? വിഷ്ണുവിനെ പോലെ തന്നെ വിഷ്ണുവിന്റെ ഒന്നുമില്ല, വിഷ്ണുവിനെ പോലെ തന്നെ ഈ പറഞ്ഞ വിഷ്ണു എല്ലാം തുറന്ന് സംസാരിക്കുന്ന ആളല്ലേ, വളരെ ഓപ്പൺ അപ്പ് ആയിട്ട് സംസാരിക്കണം കേട്ടോ, ആരെയും പേടിക്കരുത്. പറയട്ടെ, ആദ്യത്തെ ടാഗ് ലൈൻ പറയട്ടെ. ആദ്യത്തെ ടാഗ് ലൈൻ ഊടായ്പ്. ഈ ഇത്രയും കണ്ടസ്റ്റൻസിൽ ഇച്ചിരി ഊടായ്പുള്ള ഇച്ചിരി പ്രശ്നക്കാരനാണ് തോന്നിയിട്ടുള്ള കണ്ടസ്റ്റന്റ് ആരാ? മനസ്സ് തുറക്ക് സുഹൃത്തെ. പാസ് ഇല്ല. അങ്ങനെ പറയുമ്പോ നമ്മുടെ ജുനൈസ് ആയിട്ടാണ്. ജുനൈസ് ഇച്ചിരി ഉടായ്പാ അല്ലേ? എന്തൊരു കഷ്ടമാണ്. ജുനൈസ് ഫാൻസ് കേട്ടാ താങ്കളെ തേച്ചോട്ടിക്കും കേട്ടാ. പറ, അവിടെയാ? ഇത് നിങ്ങളുടെ സ്പേസ് ആണ് കേട്ടോ, നിങ്ങൾ സംസാരിക്കാനുള്ള സ്പേസ് ആണ്. ഡബിൾ സ്റ്റാൻഡ് പാടില്ല. ഇതുപോലെ ബിഗ് ബോസിലും നമ്മൾ ഉത്തരം മുട്ടി പോണ ചില സമയങ്ങൾ ഇതൊക്കെയാണ്. തൽക്കാലം ഞാൻ അവരിലേക്ക് പോയിട്ട് ആലോചിച്ച് വെച്ചോ കേട്ടോ. അവിടെ നമുക്കൊരു മറുപടി ഉണ്ട് അല്ലേ? മറുപടി ഉണ്ടെന്നൊക്കെ പറഞ്ഞ് മറുപടി വരാതിരിക്കരുത്, നാളെ കരുതി കളയരുത് കേട്ടോ. തോന്നാറുണ്ട്. അമ്മയ്ക്കോ? അമ്മയ്ക്ക് ആരുടെങ്കിലും പേര് പറയാനുണ്ടല്ലോ? വിഷ്ണു വിഷ്ണു പറയണ്ട. മിഥുൻ ഉടായിപ്പാണോ? അതെന്ത് പറ്റി?
അത് ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യം പറഞ്ഞിട്ടാണ്. അതായത് വിഷ്ണു ഭയങ്കര ഫ്രണ്ടായിട്ട് ആളെ കാണുന്നത്, ആള് ബാക്കിൽ നിന്ന് പറയുന്നുണ്ട് അവൻ എന്റെ ഫ്രണ്ട് ഒന്നുമല്ല, അവനാണ് എന്റെ ഫ്രണ്ടായിട്ട് കാണുന്നത്. എന്നാ പിന്നെ വിഷ്ണുവിടെ നേരിട്ട് പറഞ്ഞ പോലെ എടാ നിന്നെ ഫ്രണ്ടായിട്ട് കാണുന്നില്ല എന്നുള്ള സംഭവം. അത് ആദ്യത്തെ വീക്കാണ് കേട്ടോ. ഇപ്പൊ മാറിയിട്ടുണ്ട്. ഇനി അടുത്ത ബിഗ് ബോസ് സീസൺ 6 ഈ പറഞ്ഞ പോലെ ആഗ്രഹം ഉള്ള ആളല്ലേ ആരാണ്? മനസ്സ് തുറന്നേ ഉടായ്പായിട്ട് തോന്നി ആരെങ്കിലും ഉണ്ടോ? ഉടായ്പാണ് എന്നോട് ക്വസ്റ്റ്യൻ ആണല്ലേ. അങ്ങനെ പറയുകയാണെങ്കിൽ റിനോഷനാണെങ്കിൽ പറയാം. ഉടായ്പാണോ? ഉടായ്പാണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല. ചില സമയത്ത് നമ്മൾ തന്നെ പറയും നന്മയും അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറയും. എന്നിട്ട് ചില സമയത്ത് പുള്ളി തന്നെ മാറിയിരുന്ന് പല ആൾക്കാരെ പറ്റിയും വിമർശനങ്ങളാവാം, പക്ഷെ അത് വേണമെങ്കിൽ പരദൂഷണവും അങ്ങനെയും എടുക്കാം വേണമെങ്കിൽ. അങ്ങനെ അതെ എല്ലാം മാറി എന്ന് പറഞ്ഞൊക്കെ നമ്മൾ പരദൂഷണം തന്നെയാണ് പറയണത്. അപ്പൊ ആ സംഭവം ഫേസ് ടു ഫേസ് കളിച്ചാൽ ഒന്നും കൂടി നന്നായിരിക്കും. കാരണം നമുക്കും കാണാൻ ആഗ്രഹിക്കുന്ന ഫേസ് ടു ഫേസ് ഉള്ള ഗെയിമാണ്. അങ്ങനെ എടുക്കാം. ഇനിയിപ്പോ റിനോഷിന്റെ ഫാൻസ് കൂടി എന്നെ പൊങ്കാലിടും. സത്യം ഇത് സത്യമാണെന്നല്ല, എന്റെ ഒരു പെർസ്പെക്റ്റീവ് പറഞ്ഞോളൂ. അത് ആ രീതിയിൽ തന്നെ അക്സെപ്റ്റ് ചെയ്താൽ നന്നായിരിക്കും. ഇത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അപ്പൊ തന്നെ നീ എനിക്ക് ഇഷ്ടപ്പെട്ട ആളെ പറഞ്ഞല്ലേ എന്നാ നീ ഇനി പോയിക്കോ എന്ന്. ഇത് മൻ വിഷ്ണുവിന്റെ മേത്തേക്ക് പോലെട്ടാ. ഇത് എന്റെ സ്വന്തം അഭിപ്രായം മാത്രമേ എന്നെ പറഞ്ഞോ, കുഴപ്പമില്ല. അടിപൊളി. ഉടായ്പ എന്ന് പറയാൻ പറ്റില്ല, ഇത് ഗെയിമാണല്ല. പിന്നെ അവിടെ ഈ പ്രാങ്ക് പരിപാടിയൊക്കെ ചെയ്യണത് ജുനൈസാണ്. അപ്പൊ ആ ഒരു ഉടായ്പിനെ ജുനൈസിനെ പറയാം. ആ രീതിയിൽ ജുനൈസിനെ പറയാം. എല്ലാവരും ജുനൈസ് പറഞ്ഞ സേഫ് അങ്ങനെ പറയുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ജുനൈസ് എന്തെങ്കിലും പറയണം. അതും പറഞ്ഞ പോലെ താങ്കൾ തമിഴ് ഏതാ ഏതാ എന്റെ കൂടെ ഇവനും കൊള്ളാം. ഇനി അടുത്ത ടാഗ്ലൈൻ പറയട്ടെ എന്നാ. നല്ല നൻപൻ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? നല്ല നൻപൻ എന്ന് വെച്ചാൽ നല്ല ഫ്രണ്ടായിട്ട് തോന്നിയേക്കുന്നത്. വിഷ്ണുവിന്റെ ഫ്രണ്ടായിട്ട് നല്ല ഫ്രണ്ടായിട്ട് തോന്നിയേക്കുന്നത്. വിഷ്ണുവിന്റെ ഫ്രണ്ടായിട്ട് ഇപ്പൊ അല്ല ഇപ്പൊ ഒരു നിലവിൽ ഇത് വെച്ചിട്ട് അവനെ തന്നെ ഇതായിട്ട് പറഞ്ഞ ഞാൻ കേട്ടായിരുന്നു. ഞാൻ ലൈവില് കേട്ടായിരുന്നു ആ കാര്യം, വിഷ്ണു ചതിക്കും എന്നുള്ള സംഭവം. അപ്പൊ നമുക്ക് ഒരാളെ ഭയങ്കര കൂടെ വിശ്വസിച്ച് നൻപനായിട്ട് ഇരുത്തിയത് മാറ്റിയിട്ട് അവനെ ചതിക്കും എന്ന് പറയുമ്പോഴേക്കും ഒരു വിഷമം നമുക്ക് തോന്നുമല്ലോ. അയ്യോ അപ്പൊ പിന്നെ ആ ഫ്രണ്ടിനെ ഇപ്പൊ മാരാരും വിഷ്ണുവായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട് ആരും പറഞ്ഞു കേട്ടെങ്കിൽ പോലും ഫസ്റ്റ് മാരാര് പോയി ചോദിക്കേണ്ട വിഷ്ണുടാ, എടാ നീ എന്നെ പറ്റി ഇങ്ങനെ നിന്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് നല്ല നൻപം എന്നുള്ളൊരു ടാഗ് ലൈൻ വരുന്നത്. അങ്ങനെ വെച്ച് നോക്കുമ്പോ എനിക്ക് തോന്നിയേക്കുന്നത് നല്ല നൻപനായിട്ട് അല്ല ഗെയിമിന് വേണ്ടിയിട്ട് കൂടി നിൽക്കുന്ന അതൊന്നും പറയാൻ പറ്റില്ല. ഗെയിം ഒരു ബിഗ് ബോസ് ഗെയിം ഷോ ആയതുകൊണ്ട് ഗെയിമിന് വേണ്ടി പല സ്ട്രാറ്റജി ആൾക്കാർ എടുക്കും. അത് നമുക്ക് വിമർശിക്കാൻ ഒരു അവകാശവും ഇല്ല, ഒരു അധികാരമില്ല. അതിനുള്ള അങ്ങനെ ഗെയിം വേണം. അതില്ല ഓരോ റിലേഷൻഷിപ്പ് ചിലപ്പോൾ പോകുന്ന ചിലപ്പോൾ സിൻസിയർ ആയിരിക്കാം, പുറത്തിറങ്ങിക്കാണ്ട് അറിയാൻ പറ്റുള്ളൂ ആര് സിൻസിയർ ആര് ഫേക്ക് എന്നൊക്കെ ഉള്ള സംഭവം. നിലവിൽ എനിക്ക് തോന്നിയത് വിഷ്ണുവിനെയാണ് നല്ല നൻപനായിട്ട്. ഇപ്പൊ കുറെ ആൾക്കാർ പറയും ആ ചടിയനെയാണ് നല്ല നൻപൻ ഞാൻ പറഞ്ഞു ചോദിക്കും. അതും എന്റെ പെർസ്പെക്റ്റീവാണ്, എന്റെ കാഴ്ചയാണ്. അടുത്ത പറയട്ടെ. നല്ലവനായ ഉണ്ണി അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? നല്ലവനായ ഉണ്ണി എന്ന് വെച്ചാൽ അമ്മ അതായത് ഇങ്ങനെ നല്ല കുട്ടിയായിട്ട് ഇങ്ങനെ അഭിനയിക്കത്തില്ലേ അങ്ങനെ? എല്ലാവർക്കും ഭയങ്കര പ്യുവർ സോൾസ് എന്ന് പറഞ്ഞാൽ എല്ലാരും ആഘോഷിക്കുന്ന രണ്ട് വ്യക്തികളാണ് അവര് തന്നെ. അത് അവിടെ വേറെ ഒരു ടാഗ് ലൈൻ വന്നായിരുന്നു നല്ലവരായ ഉണ്ണി എന്ന് പറഞ്ഞിട്ട് കൊടുത്തത്. നീ അത് കണ്ടല്ലേ എപ്പിസോഡ്? അതാണ്. അതായത് വിഷ്ണു ഈ പറഞ്ഞ പോലെ ഒരുപാട് ഈ ഇരട്ടപ്പേര് ഇടുന്ന സെഗ്മെന്റ് ഉണ്ടായിരുന്നല്ലോ, അതിലെന്താ വിഷ്ണുവിന് ഏറ്റവും കൂടുതൽ കിട്ടിയത്? വിഷ്ണുവിന് അങ്ങനെ അധികം കിട്ടില്ല. വിഷ്ണു എന്താ കിട്ടിയത്? വിഷ്ണുവിന്റെ ഇരട്ടപ്പേര് എന്തായിരുന്നു? മറ്റേ മാരാറ് രായാവുന്നായിരുന്നു. അത് വിഷ്ണുവിന് അങ്ങനെ അധികം കിട്ടിയില്ലെന്ന് തോന്നുന്നു. കിട്ടിയിട്ടില്ല. പക്ഷെ പോട്ടെ, അതെനിക്ക് അറിയണ്ട. പക്ഷെ നിങ്ങളുടെ ഈ ഫ്രണ്ട്സ് വിഷ്ണുവിന് എന്ത് പേരായിരുന്നു ഞാൻ മറന്നു. എന്താ? അല്ല അതല്ല അതല്ല സ്വന്തമായിട്ട പേരാണ്. ഈ നിങ്ങളുടെ ഈ വീട്ടുകാർക്കും ഇതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഇടയിൽ ആളുടെ ചെറിയൊരു ഇരട്ട പേരും ഈ പറഞ്ഞ പോലെ നിങ്ങൾ പെറ്റ് നെയിം ഒക്കെ ഉണ്ടാവുമല്ലോ, അവനെന്തോ പറയാനുണ്ട്? ജുനൈസിന് എന്തോ പറയാനുണ്ട്? പറ. നിങ്ങൾ ഇരട്ട പേര് എന്തെങ്കിലും കളിയാക്കി കൊടുക്കുന്ന ആള് ഭയങ്കര ബിൽഡപ്പിലൊക്കെ നിൽക്കുകയല്ലേ, ഭയങ്കര സ്റ്റൈലായിട്ടൊക്കെ. ആദ്യം വിഷ്ണുവിനെ പറ്റി പിന്നെ അർജുനെ പറ്റി നമുക്ക് പറയാം. ഈ അർജുൻ ഇപ്പൊ ഭയങ്കര പുറത്തെ ഫാൻസ് ഇല്ലേ അല്ലേ? അർജുൻ ആൾക്കാർ തിരിച്ചറിയുന്നില്ലേ?
അർജുന്റെ ഇന്റർവ്യൂസ് ഒക്കെ ഹിറ്റ് ആവുന്നു ഈ പറയുന്ന പോലെ. അർജുന്റെ ഷോർട്സ് ഒക്കെ വരുന്നുണ്ടല്ലോ യൂട്യൂബില്, അർജുൻ പറയുന്ന വിഷ്ണുവിനെ പറ്റി അത് പറയുന്നത്. ഞാൻ തന്നെ എടുത്ത് കട്ട് ചെയ്തിട്ട് അപ്പൊ വീട്ടില് ഈ പറഞ്ഞ രണ്ടുപേരും മോശമല്ല അല്ലേ? ഞാൻ വിചാരിച്ചു വിഷ്ണു ആണ് ഇച്ചിരി കൂടെ ഹൈപ്പർ എന്നല്ല, ചേട്ടനും മോശമൊന്നല്ല. ഫുൾ ട്രോൾസാ. ഫുൾ ട്രോളും ഫുൾ മലയാളം സിനിമകളിലെ ഡയലോഗ്സ് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടാണ്. അമ്മയോട്ടും മോശമൊന്നല്ല. അപ്പൊ ഈ ക്യാമറ ഓൺ ചെയ്യുമ്പോ മാത്രമേ ഇച്ചിരി പാവമായിട്ടിരിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെയല്ല. അങ്ങനെ ഈ പറഞ്ഞ ഇരട്ട പേര് എന്തെങ്കിലും ഉണ്ടോ ആൾക്ക്? വിഷ്ണു ഞാൻ ഇരട്ടപ്പേരൊന്നുമില്ല. ഇല്ല. നിങ്ങൾ വീട്ടിലെന്താ വിളിക്കുന്നത്? വിഷ്ണു തന്നെ. അയ്യേ. എടാ വിഷ്ണുവേ. അങ്ങനെ വിളിക്കും. ഓക്കെ, ഇനി അടുത്ത് പറയട്ടെ. Yes. നന്നാവാനുണ്ട്, നന്നായിട്ട് നന്നാവാനുണ്ട്, അങ്ങനെ തോന്നിയേക്കുന്ന ഏതെങ്കിലും കണ്ടസ്റ്റന്റ് ഉണ്ടോ? ഇച്ചിരിയോടെ മെച്ചപ്പെടുത്താനുണ്ടെന്നോ അല്ലെങ്കിൽ ഒരു ഗെയിമിലേക്ക് ഇറങ്ങാനുണ്ടെന്ന് തോന്നിയേക്കുന്നത്? എന്താ ടോട്ടൽ സൈലൻസ്? അല്ല സാർ നന്നാവാനുണ്ട്. വിഷ്ണു തന്നെ പറയാം. വിഷ്ണു നന്നാവാനുണ്ട്. വിഷ്ണു കുറച്ചും കൂടി ഒന്ന് എന്താണ് ബാക്കി ടാസ്കുകളല്ലാതെ അല്ലാതെയുള്ള സംസാരങ്ങൾ വരുമ്പോഴേക്കും ഒന്നും കൂടി ഇടപെട്ടാൽ നന്നായിരിക്കും എന്ന് തോന്നി. കാരണം എല്ലാവരും ആഗ്രഹിക്കുന്നത് എല്ലാത്തിനും അഭിപ്രായങ്ങൾ വേണമല്ല. ഇപ്പൊ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴേക്കും എങ്ങനെ അയാൾ ആ പ്രശ്നത്തിനെ വിലയിരുത്തി കാണുന്നു എന്നുള്ള സംഭവം പുറമേയുള്ള ആൾക്കാർ നോക്കുന്നുണ്ട്. അപ്പൊ അതിലൊക്കെ ഒന്നും കൂടി ഇൻട്രാക്ട് ചെയ്താൽ നന്നായിരിക്കും. ചിലപ്പോൾ വിഷ്ണു ചെയ്യാത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത പ്രശ്നമാണ്, വെറുതെ എന്തിനാ എന്നുള്ള രീതിയിലേക്ക് വിട്ടുപോണത്. വിഷ്ണു ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എപ്പിസോഡും കൂടി വിഷ്ണു ഒന്ന് കാണാൻ സാധിക്കുമായിരുന്നു. ഇനി എല്ലാവരും ഈ പറയുന്ന പോലെ ഈ സെഗ്മെന്റിൽ അവസാനം ചോദിക്കുന്ന ഒരു സാധനം എന്തായിരിക്കും? ടോപ്പ് 5 അല്ല, ടോപ്പ് 5-നേക്കാൾ ഉപരിയായിട്ട് ഇപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി ഞാൻ വിന്നർ ആരാവാനാണ് ചാൻസ് എന്ന് പറഞ്ഞ ഓഫ് കോഴ്സ് നിങ്ങൾ വിഷ്ണുവിന്റെ പേരേ പറയത്തുള്ളൂ. പക്ഷെ വിഷ്ണു അല്ലാതെ വിന്നർ ആവാൻ പൊട്ടൻഷ്യൽ ഉള്ള ഒരു കണ്ടസ്റ്റന്റ് നിങ്ങളുടെ മനസ്സിൽ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിഷ്ണു അല്ലാതെ ആരുടെ പേര് പറയും? മാരാരുടെ പേര് പറയും? ഞാൻ ആരാരുടെ പേര് പറയും? ആരാരുടെ പേര് പറയും? താങ്കൾക്ക് ഇതിൽ അഭിപ്രായം ഉണ്ടോ? താങ്കൾക്ക് സത്യം പറ ജുനൈസിനോട് ഒരു പ്രത്യേക സോഫ്റ്റ് കോർണർ ഉണ്ട് അല്ലേ? അതുകൊണ്ട് ഞാൻ തന്നെയാണല്ലോ ഈശ്വരാന്നുള്ളത്. അങ്ങനെ സോഫ്റ്റ് കോർണർ ഉണ്ടോ? സത്യം പറ, ഉണ്ടോ? സ്വാഭാവികം. ഏറ്റവും പ്രധാനം വിഷ്ണുവാണ്. ഇനി ചേട്ടാ വിഷ്ണുനെ അണിയാക്കിട്ട് വിഷ്ണു ബാംഗ്ലൂർ എന്ന് പറയുമ്പോഴേക്ക് അമ്മ വിളിച്ചു ചേച്ചി അവൻ വന്നാ അതൊന്ന് പറഞ്ഞൂടെ ചേച്ചി. സ്നേഹം കൊണ്ടാ അല്ലേ? പിന്നെ നല്ല സ്നേഹമുണ്ട്. ഇനി അടുത്ത വിമർശനം പറയട്ടെ ആളെ പറ്റിയിട്ടുള്ള, അല്ലെങ്കിൽ അടുത്ത റൂമറാ, വിമർശനമല്ല റൂമറാണ്. ഈ പറയുന്ന പോലെ പല യൂട്യൂബ് ചാനലിലുള്ള ആളുകളും പ്രഡിക്റ്റ് ചെയ്താക്കുന്ന ആൾക്കാർ സംസാരിക്കുന്ന ഒരു സാധന റനീഷയും വിഷ്ണുവായിട്ട് പ്രണയമാണ്. അവരുടെ ബർത്ത്ഡേ എന്തോ ജൂലൈയിലാണെന്ന് തോന്നുന്നു. അങ്ങനെ എങ്ങാണ്ട് ആ പേര് പുറത്ത് ഒരുപാട് ആൾക്കാർ ആഗ്രഹിക്കുന്ന ഒരു കോംബോ ആണ്. ഭാഗ്യത്തിന് അതിന്റെ ഉള്ളിൽ ആ കോംബോ ഇല്ല. അതാണ് ഏറ്റവും ഇത് എവിടെ പൊട്ടി പുറപ്പെട്ട ഈ അവർക്കൊരു ഫാൻ ബേസ് ഉണ്ടെന്ന് തോന്നുന്നത്, അവരായിരിക്കും ഇറക്കിയത് ഈ റനീഷ വിഷ്ണു. പക്ഷേ റനീഷ വിഷ്ണു നമ്മൾ ഭയങ്കര അറ്റാച്ച്മെന്റോ ഇല്ല. വിഷ്ണു ഇങ്ങനെ ഇറക്കുമ്പോൾ റനീഷ ഒന്ന് പോടാന്ന് പറഞ്ഞു. പക്ഷെ അതിന്റെ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. കാരണം എന്താണെന്നറിയോ, ലാസ്റ്റ് സെറീനായിട്ട് വിഷ്ണു അതിന്റെ ക്ലോസ് ആയിട്ട് വിഷ്ണു ഇങ്ങനത്തെ തമാശക്കാണ്. അപ്പൊ അയ്യോ സെറീനൊക്കെ വിഷ്ണു വെച്ചേ റനീഷനെ വിഷ്ണു ചതിച്ചേന്ന് അങ്ങനൊരു കോംബോ അതിന്റെ ഉള്ളിൽ ഇല്ല. അപ്പൊ ആൾക്കാർ തെറ്റായിരിക്കും. അതായത് ഇതില്ല, ഈ കുഞ്ഞു കുഞ്ഞു ഷോർട്സ് കണ്ട ആൾക്കാരായിരിക്കും ഇങ്ങനെ കോംബോ അകത്തുണ്ടെന്ന് വിചാരിക്കും ഇവര് തമ്മിൽ. അപ്പൊ പുറത്തെ ആൾക്കാർ അത് വെച്ച് ജഡ്ജ് ചെയ്യും, വിഷ്ണു റനീഷ തമ്മിൽ എന്തോ ഉണ്ട് എന്ന് പറഞ്ഞ് ജഡ്ജ് ചെയ്തിട്ട് നാളെ അവർക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടാക്കും പുറത്തുള്ള ആൾക്കാർ. കണ്ട് അതിന്റെ ഉള്ളിൽ കാണിച്ചിട്ട് പുറത്തിറങ്ങിയപ്പോൾ ഇവർ തമ്മിൽ ബന്ധമില്ലെന്ന്. അങ്ങനെ വിഷ്ണുവിനും റനീഷൊക്കെ തന്നെ വെറുതെ പ്രശ്നം ഉണ്ടാക്കി വെക്കുന്നതാണ്. അതാണ് ഇത്. പിന്നെ കാണാൻ വെറുതെ കാണാൻ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും, അത് പുറത്ത് മാത്രമേ ഉള്ളൂ ആ കോംബോ എന്ന് എല്ലാരും മനസ്സിലാക്കി. വിഷ്ണു ഭയങ്കര പ്രണയ വിരോധിയാണ് അമ്മ. കാരണം പുള്ളിക്കാരൻ ആരും അടുപ്പിക്കാറില്ല. പരിക്കുട്ടി ആയതുകൊണ്ടായിരിക്കും പ്രണയങ്ങളൊക്കെ പൊട്ടിപ്പോയോണ്ടാക്കി. അതെ, പരിക്കുട്ടിയുടെ കഥയുണ്ട് ആൾക്ക്. എനിക്കറിയില്ല യുവമാരെ എന്തൊക്കെയോ പറയാറുണ്ടെന്നൊക്കെ. എന്താണ് ഫ്രണ്ട്സ് എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ? അതുപോലെ വിഷ്ണുവിന് ഉണ്ടായിട്ടുണ്ട്. നിലവിൽ ഇപ്പൊ ആരുമില്ലല്ലോ, ആള് സിംഗിൾ അല്ലേ? നിലവിൽ സിംഗിൾ ആണ്, പക്ഷെ ഭാര്യയും കുട്ടികളുണ്ടെന്നൊക്കെയുള്ള രീതിയിൽ അങ്ങനെ വിവാദം ഉണ്ടായിരുന്ന. അങ്ങനെ നമ്മള് തമാശ പറയുന്ന സംഭവങ്ങളൊക്കെ ചില ആൾക്കാർ സീരിയസ് ആക്കി എടുക്കും. വിഷ്ണു സിംഗിൾ ആണ് കേട്ടാ. വിഷ്ണു 25 വയസ്സ്, ഉത്തര നക്ഷത്രം, KG റോഡ്. ഈ കമ്മ്യൂണിറ്റി ആണെങ്കിൽ സിംഗിൾ ആണെന്ന് പറഞ്ഞാൽ മതി. കാരണം ലേഡീസിന്റെ ഈ പറഞ്ഞ പോലെ ഓട്ട് കുറയ്ക്കണ്ട.
അങ്ങനെ ഇല്ല, ശരിക്കും single. അത് ശരിക്കും സിംഗിളാ. അങ്ങനെ ഈ പുറത്തിറങ്ങി ഏതെങ്കിലും കണ്ടസ്റ്റൻസ് നിങ്ങൾ വിളിച്ചിട്ടുണ്ടായിരുന്നോ, കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ? ആരുമായിട്ട് കോൺടാക്ട് ഇല്ല. ചേച്ചി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ട് ഒരു സെഗ്മെന്റും കൂടെ ഉണ്ട്. അതായത് നമ്മളുടെ ഔട്ട് ആയിട്ടുള്ള എല്ലാവരും ഈ പറയുന്ന പോലെ ആദ്യം മനീഷ ചേച്ചി ഔട്ടായ സമയത്ത് എല്ലാവർക്കും ഒരു ഷോക്കായിരുന്നു. മനീഷ ചേച്ചി ഇത്ര നേരത്തെ പോകേണ്ട ഒരു കണ്ടസ്റ്റന്റേ ആയിരുന്നില്ല. ഇതൊന്നൊരു കുറേയൊക്കെ ഒരു ടോപ്പ് 5 ഒരുപാട് പേര് പ്രൊഡിക്ട് ചെയ്തൊരു കണ്ടസ്റ്റന്റും കൂടെ ആയിരുന്നു. അപ്പോൾ മനീഷ് ചേച്ചിനെ വിളിച്ചിട്ട് ഞാൻ നിങ്ങൾക്കൊന്ന് കണക്ട് ചെയ്ത് തരാം. മനീഷ് ചേച്ചിക്ക് വിഷുവിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം എന്താണെന്നും എന്നൊക്കെ വേണമെങ്കിൽ ചുമ്മാ ചോദിക്കാം. ഇതുവരെ മനീഷ് ചേച്ചി കോൺടാക്ട് ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ അതിനുള്ളൊരു അവസരം ഞാൻ ഇപ്പോൾ ഉണ്ടാക്കി തരാം. ചേച്ചിനെ ഞങ്ങൾ ഈ പറയുന്ന പോലെ പോയിട്ട് ഹോം ടൂർ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഹലോ മനീഷ് ചേച്ചി അല്ലേ? ഓർമ്മയുണ്ടോ ഈ ശബ്ദം? ചേച്ചി പോയി, എല്ലാ വെള്ളപ്പം പോയി. ചേച്ചി ഹലോ, ഞാൻ ഗദ്ദാഫിയ, മൈൽ സ്റ്റോൺ മേക്കേഴ്സ്. നമ്മൾ ഹോം ടൂർ, ഷാജി പാപ്പൻ. ഡീസന്റ് ആവും, ഡീസന്റ് ആവും. ലൗഡ് സ്പീക്കറാ ഡീസന്റ് ആവും. ചേച്ചി എന്ത് സുഖമായിട്ടിരിക്കുന്ന? ഇപ്പൊ എവിടെ ഉണ്ട്? ഞാൻ നിങ്ങളുടെ വളരെ അടുത്ത ഒരു ആൾക്കാരുടെ കൂട്ടത്തിൽ ഇരിക്കുകയാണ്. അതുകൊണ്ടാ ചേച്ചിനെ ഞാനിപ്പോ വിളിച്ചത്. ആരായിരിക്കും? നിങ്ങളുടെ ബിഗ് ബി ഹൗസിൽ ഉണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റന്റ് ഫാമിലിയുടെ കൂടെയാണ് ഞാൻ ഇരിക്കുന്നത്. ബിഗ് ബി അല്ല, അല്ല, ദയവായിട്ട് അടുത്ത ബന്ധമുള്ള ആള്. ആരാ? ശ്രുതി അല്ല, അല്ല അല്ല. പിന്നാരാ? വിഷ്ണുവിന്റെ അമ്മയും അനിയനും എല്ലാവരും ഉണ്ട് കൂടെ. അവ ചേച്ചിനെ പറ്റി എല്ലാവരും ഇങ്ങനെ പറയുമായിരുന്നു. ചേച്ചി നേരത്തെ ഔട്ട് ആവേണ്ട ഒരാളല്ലായിരുന്നു, ചേച്ചി അടിപൊളിയായിരുന്നു, സൂപ്പർ ആയിരുന്നു എന്നൊക്കെ എല്ലാവരും ഇങ്ങനെ പറയുമായിരുന്നു. ഇത് കട്ട് ചെയ്യണോ ചേച്ചി? അവതാ ചേച്ചിയുടെ ശബ്ദം ഇതാ ഇവിടെ അമ്മ കേൾക്കുന്നുണ്ട്, വിഷ്ണുവിന്റെ ചേട്ടൻ അർജുൻ കേൾക്കുന്നുണ്ട്, ഇവരുടെ ഫ്രണ്ട്സ് ഒക്കെ കേൾക്കുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ വിഷ്ണുവിനെ പറ്റി ആസ് എ കണ്ടസ്റ്റന്റ് ചേച്ചിക്ക് എന്താ തോന്നിയിട്ടുള്ളത്? ആൾ അടിപൊളിയാണോ, സൂപ്പറാണോ? പിന്നെ വിഷ്ണു ഒരു പൊളി കണ്ടസ്റ്റന്റ് അല്ലേ, പക്ഷെ അവന്റെ ട്രിഗറിങ് നമുക്ക് പ്രാന്ത് പിടിക്കും. ഞാൻ അവന്റെ അടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്റെ ഓപ്പോസിറ്റ് വരുമ്പോ എന്റെ അടുത്ത് ഇതുപോലെ ആവരുത് പ്ലീസ്. ഞാനേ വിഷ്ണുവിന്റെ ചേട്ടന് കൊടുക്കട്ടെ? വിഷ്ണുവിനെ പറ്റി രണ്ട് നല്ല വർത്താനം പറഞ്ഞിട്ട് നമുക്ക് ഈ സെഗ്മെന്റ് അവസാനിപ്പിക്കാന്ന് കരുതിയിട്ടാ. കൊടുക്കട്ടെ? വിഷ്ണുവിനെ പോലെ തന്നെ നല്ല വൈബുള്ള ചേട്ടനാണ്. ഇനി കിട്ടാനുള്ള ഈ പറഞ്ഞ ചേട്ടൻ. ഇപ്പൊ ബിഗ് ബോസിലെ എല്ലാ കണ്ടസ്റ്റന്റ്സും ഫാമിലിയൊക്കെ ഒരു കുടുംബം പോലെയായി. സത്യം പറഞ്ഞാല് അത്യാവശ്യം എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. നല്ലൊരു കുടുംബമാണ് പുറത്ത് കാത്തിരിക്കുന്നത് എന്നുള്ള ഒരു വലിയ വിശ്വാസമാണ്. ഇത്രയധികം പ്രക്ഷുബ്ധതയിലൂടെ കടന്നു പോയാലും ഞങ്ങളെ പിടിച്ചു നിർത്തുന്നതാണ്. കട്ടികട്ടിയായി മലയാളം ഉണ്ടത്. ആ മലയാളം ഇത്തിരി കൂടിപ്പോയി, അത്ര എനിക്ക് മനസ്സിലായില്ല. അല്ല മനസ്സിലായി, മറ്റേ പ്രത്യേക സംഭവം ഇല്ലേ, അതെനിക്ക് കിട്ടിയില്ല. ചേച്ചി അർജുനാണ്, കൃഷ്ണന്റെ ബ്രദറാണ്. ഹായ് ചേച്ചി, സുഖം? എന്തുണ്ട് വിശേഷം? വിഷ്ണുവിന്റെ കളി കണ്ടിട്ട് എന്ത് തോന്നുന്നു? കമന്റ്സ് വന്നിട്ടുണ്ട്. അവൻ പുറത്തിറങ്ങുമ്പോഴേക്കും ആദ്യം അവന്റെ വീട്ടിലെ അമ്മയും ചേട്ടനും പൊട്ടിക്കണം എന്ന്. അല്ല പക്ഷെ അടിപൊളി ഗെയിമറാണ് കേട്ടോ. ആസ് എ ഗെയിമർ, ആസ് എ ഹ്യൂമൻ ബീങ് അവന് ഹ്യൂമാനിറ്റി, എത്തിക്സ് എല്ലാം ഉള്ള ഒരു ഹ്യൂമൻ ബീങ് ആണ് അവൻ. അതോടൊപ്പം തന്നെ ഗെയിം കളിക്കുമ്പോ അവിടെ ഇമോഷണൽസിന്റെ ഒരു ആവശ്യവുമില്ലെന്ന് മനസ്സിലാക്കി ഗെയിമിന്റെ ശരിക്കുള്ള എന്താ പറയാ കുതന്ത്രം എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി കളിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ്. ഞങ്ങൾക്ക് ഭയങ്കര അത്ഭുതമാണ് കേട്ടോ കളി കാണുമ്പോൾ. ഞങ്ങളൊക്കെ സീരിയസ്ലി, കാരണം അതാ ഞാൻ നേരത്തെ പറഞ്ഞത് കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒരു വിഷ്ണുവിനെ സംബന്ധിച്ച് വിഷ്ണു ഒരു ബിഗ് ബോസ് ട്രെയിൻ കണ്ടസ്റ്റന്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അതെ അതെ, ഞാനാണ് ട്രെയിൻ ചെയ്തത്. ഞാനാണ് ചേച്ചി ട്രെയിൻ ചെയ്തത്. ബിഗ് ബോസ് എല്ലാ സീസണും എല്ലാ പാർട്ടിയിലും കുത്തിയിരുന്ന് കാണുന്ന ഒരാളാണെന്ന് അറിയാം. ക്രെഡിറ്റ് എനിക്കതാ. ബിഗ് ബോസ് എല്ലായിരുന്നു കാണുമായിരുന്നു അവൻ. അതെ 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 അതെ. അല്ല അതിന്റെ ഒരുപാട് ഉപകാരങ്ങൾ, അതായത് നമ്മളെപ്പോഴും ഈ ട്രെയിൻ ചെയ്ത
ചെയ്തെടുക്കുന്നതും അല്ലാതെ പൊട്ടിമുളയ്ക്കുന്നതുമായിട്ടുള്ള ആൾക്കാരുടെ രീതികൾ വ്യത്യാസം ഉണ്ടാവും അല്ലേ? അതെ അതെ നമ്മളൊരു സംഗതിയിൽ ട്രെയിൻഡ് ആയിട്ട് വരുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് ഓരോന്നും ചിന്തിക്കാനും ഏത് വഴി കൂടെ ഈ ഗെയിം കളിക്കാൻ പറ്റും എന്നുള്ളൊരു ഏകദേശ ധാരണ നമുക്കുണ്ട്. ഞങ്ങൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഒട്ടും ഉണ്ടായിരുന്നില്ല അത്. പക്ഷേ ചേച്ചി അടിപൊളിയായിട്ട് ഗെയിം കളിച്ചിട്ടുണ്ടായിരുന്ന അഭിപ്രായങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് പറയാനാണ്. നമ്മള് ഡബിൾ എവിക്ഷന്റെ സംഭവം ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞ പോലെ ഒരു മാണിക്യക്കല്ല് കൈ കിട്ടിയിട്ട് അത് പിടിച്ച് പുറത്തേക്ക് വരട്ടി വന്നു സാധനം കയ്യിലുണ്ടോ ചേച്ചി? സാധനം കയ്യിലുണ്ടോന്ന് ചിരിച്ചുകൊണ്ട് വായിക്കണ ആൾക്കാർ പുറത്തായിരുന്നു. ആ സീന 8ാം ആഴ്ചയിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞിട്ട് എന്റെ സ്വന്തം അയ്യോ പക്ഷെ അത് അടിപൊളിയായിരുന്നു ഗെയിമിന്റെ സംഭവങ്ങളൊക്കെ. അതെ അതെ നല്ല ലൈവ്ലി ആയിരുന്നു. പിന്നെ അത് മാത്രമല്ല ഈ പറഞ്ഞ പോലെ ഞങ്ങൾ തമ്മിലുള്ള ഒരു ബോണ്ടും ബോണ്ട് അടിപൊളിയായിരുന്നു. ചെയ്താലും അതല്ലേ കളിച്ചാലും പറഞ്ഞോ പറഞ്ഞോ അല്ല ചേച്ചിയും ഇപ്പൊ ദൈവമായിട്ട് വിഷ്ണുവിനെ പറ്റി നല്ല ടോക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ അതൊക്കെ കട്ട് ചെയ്തിട്ടാണ് മാസാക്കിയത്. അപ്പൊ ചേച്ചി പോയപ്പോഴേക്കും ഞങ്ങൾക്ക് നഷ്ടം സംഭവിച്ചേ, വിഷ്ണുവിനെ പറ്റി നല്ലത് പറയണ ആൾക്കാർ പോയേ എന്നുള്ള ഞങ്ങളുടെ സങ്കടത്തിലായിരുന്നു. അത് ചേച്ചി പ്രാവശ്യം ദൈവന് പറഞ്ഞിട്ട് മോളെ അവന്റെ ഗെയിം ആസ്വദിക്കുക, അവനെപ്പോലൊരു ഒരാളെ പുറത്തിറങ്ങിയിട്ട് മനസ്സിലാക്കുന്നുള്ള ഒരു ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു ദൈവനോട്. ഭയങ്കര സ്നേഹമുള്ള അവന്റെ ഫ്രണ്ട്ഷിപ്പിനൊന്നും ജഡ്ജ് ചെയ്യാനായിട്ട് നമുക്ക് ആയിട്ടില്ല എന്നുള്ള രീതിയിൽ ചേച്ചി ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ വിഷ്ണു ഭയങ്കര അടുത്തെറിഞ്ഞ് മനസ്സിലാക്കിയ ആൾക്കാരായിരിക്കും അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള ആൾക്കാർ ഇപ്പൊ വിഷ്ണു അഹങ്കാരി എന്നാണ് എനിക്ക് വിഷ്ണു ഒരു ജമ്മ പേഴ്സൺ ആണ് എന്നുള്ളത് ഒരു പോയിന്റില് നമ്മളെല്ലാവരെയും അറിയാൻ. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ടൊന്നും പെട്ടെന്ന് ഒരാളുടെ ഉള്ളിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെന്ന് മനസ്സിലാക്കാൻ പറ്റിക്കോണമെന്നില്ല. പക്ഷെ 24 മണിക്കൂറും നമ്മൾ ഒരാളെ തന്നെ കാണുമ്പോ ആ ആളുടെ മാനറിസംസ്, അയാളുടെ ബിഹേവിയർ, അയാളുടെ ആറ്റിറ്റ്യൂഡ്, ഇതൊക്കെ നമുക്ക് കാണുമ്പോൾ ഒരുവിധം നമുക്ക് ഒരാളെ മനസ്സിലാക്കാൻ പറ്റും. കുറച്ച് കഴിയുമ്പോൾ 2-3 ദിവസമൊക്കെ കഴിയുമ്പോൾ ഒരാഴ്ചയൊക്കെ ആയപ്പോഴേക്കും വിഷ്ണു എന്താണെന്ന് എനിക്ക് ഏകദേശം മനസ്സിലായിരുന്നു. കാരണം നല്ലൊരു മനസ്സിന്റെ ഉടമയാണ്. അത് മാത്രമല്ല അവൻ ഈ ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നത് ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായിട്ടാണ്. അപ്പൊ ആ എൻഡിലേക്ക് ആ കപ്പ് എന്ന് പറയുന്ന ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് എത്താൻ വേണ്ടി ആസ് എ ഗെയിമർ അവൻ മാക്സിമം അവന്റെ പുഷപ്പ് അവൻ കൊടുക്കും എന്നുള്ളത് നമുക്കറിയാം. എനിക്കത് പൂർണ്ണമായിട്ട് മനസ്സിലായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് അവൻ അതെങ്ങനെ എടുത്തു എന്നുള്ളതും എനിക്ക് ഏകദേശം മനസ്സിലായ ഒരു കാര്യമാണ്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം എന്ന് വെച്ചാല് നമ്മളോട് സ്നേഹം ഉണ്ടാവുക, നമ്മളോട് ഇഷ്ടം ഉണ്ടാവുക എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു എന്താ പറയാ അംഗീകാരമല്ലേ. അത് ഏത് രീതിയിലായിക്കോട്ടെ, അത് നമുക്ക് കിട്ടുന്നത് മാന്യമായിട്ടാണെങ്കിൽ ആ മാന്യമായി സ്വീകരിക്കാനുള്ള മനസ്സുണ്ടാവുക എന്നുള്ളത് വലിയ കാര്യമാണ്. അതെ, നമുക്കിനി നേരിട്ട് സംസാരിച്ചാൽ ഈ കാര്യങ്ങൾ ഇന്റർവ്യൂ അരമണിക്കൂറുള്ളൂ അത്തരം സൗഹൃദങ്ങളുടെ വാല്യൂ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു കണ്ടസ്റ്റന്റ് കൂടിയാണ് വിഷ്ണു. അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങി കഴിഞ്ഞാല് എനിക്ക് എന്നും കൂടെ ഉണ്ടാവാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടി കൂടിയാണ്. ഒരുപാട് സന്തോഷിച്ചു. അതിന്റെ കൂടെ ഞാനും വരെ സെലിബ്രിറ്റീസിലെ ആൾക്കാരെ എനിക്കും അറിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അക്കൗണ്ടും ആരെങ്കിലും ലൈക്ക് ഇപ്പം 300 പേരെ ഉള്ളു, 10 പേരെ ഫോളോ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് വീട്ടിലേക്ക് വരാം വിഷ്ണുവിനെ കൂടി. ചേച്ചി ഇത് ചേട്ടൻ കൊടുക്കുവാണേ. ചേട്ടനല്ല, ഹലോ മനീഷ് ചേച്ചി, ഒരുപാട് സന്തോഷം കേട്ടോ. എന്റെ അരമണിക്കൂറിൽ ചേച്ചി 15 മിനിറ്റ് ചേച്ചിയുടെ ടോക്ക് ആയിരുന്നു കേട്ടോ. ഇതൊരു അവസരം തന്നില്ല. തീർച്ചയായിട്ടും ചേച്ചി, ഒരുപാട് സന്തോഷം. ഒരു ദിവസം ഞങ്ങൾ വീട്ടിൽ വരുന്നുണ്ട്. അന്നത്തെ പോലെ ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വെച്ചതായോ കേട്ടോ. ശരി ശരി, താങ്ക് യു ചേച്ചി. അപ്പൊ നടക്കട്ടെ പരിപാടികളെ. ഓക്കെ. അപ്പൊ അത്ര ഉണ്ടായിരുന്നുള്ള കാര്യം. ഇതിപ്പോ വിളിച്ചത് നിങ്ങൾക്ക് ഉപകാരമായില്ലേ? നിങ്ങൾക്ക് ഒരു ബന്ധം സ്ഥാപിക്കാൻ പറ്റിയില്ലേ? മനീഷനെ വിളിക്കാൻ പറഞ്ഞതാണ്. അങ്ങനെ പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞു എന്താന്നാ, ഞാനൊരു ഇന്റർവ്യൂവിൽ കണ്ടിട്ടുണ്ടായിരുന്നു വിഷ്ണുവിനെ. ഒരുപാട് സന്തോഷം. ഈ പറയുന്ന പോലെ നിങ്ങൾ പുറമേ നിന്ന് കാണുമ്പോൾ തന്നെ നല്ല വൈബുണ്ട്. അതുപോലെ തന്നെ വൈബുള്ള ഫാമിലി ആയിട്ട് തന്നെ അടിപൊളിയായിട്ട് പോട്ടെ. വിഷ്ണു വരുമ്പോൾ ഈ പറഞ്ഞ പോലെ ട്രോഫി ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഒന്നുകൂടെ ഇന്റർവ്യൂ എടുക്കാൻ സാധിക്കട്ടെ. താങ്ക് യു സോ മച്ച്. ട്രോഫി ആയിട്ട് വരുമ്പോഴേക്കും ഇന്റർവ്യൂ എടുക്കാൻ സാധിക്കട്ടെ. താങ്ക് യു സോ മച്ച്.